കണ്ടതെല്ലാം പോയി, കാണപ്പോറത് നിജം. ഇതുവരെ ആ വീട്ടിൽ കണ്ടുവച്ച കാര്യങ്ങളൊന്നുമല്ല ഇനി നടക്കാൻ പോകുന്നത്. ചില ഗെയിം ചേഞ്ചിങ് മൊമെന്റ്സ് ഒക്കെ ഇന്നലത്തെ എപ്പിസോഡോടുകൂടി സംഭവിക്കുകയാണ്. അതായത് ഇതുവരെ ആ വീട്ടിൽ സെറ്റ് ചെയ്തു വെച്ചിരുന്ന പല സെനാറിയോസും ബ്രേക്ക് ആവുകയാണ്. പല റിലേഷൻഷിപ്പുകളും അവിടെ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഗ്രൂപ്പുകൾ തമ്മിൽ സ്പ്ലിറ്റ് ആകുമ്പോൾ തന്നെ ഗെയിമിന് ഒരു ചേഞ്ച് സംഭവിക്കുക തന്നെയാണ് തോന്നുന്നത്. അതായത് ഡേ 1 മുതൽ ഈ ഡേ 13 വരെയുള്ള ദിവസങ്ങളിൽ ആ വീട്ടിൽ സെറ്റ് ചെയ്തു വെച്ചിരുന്ന പല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിൽ സെറ്റ് ചെയ്തു വെച്ചിരുന്ന പല ഗെയിം പ്ലാൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ സ്പ്ലിറ്റായി. അതിനുശേഷം വൈൽഡ് കാർഡ് എൻട്രീസിന്റെ വക വേറെ ഗെയിം ചേഞ്ചിങ് മൊമെന്റ്സ് എല്ലാം കൂടി ആയപ്പോൾ ബിഗ് ബോസ് ഗെയിം ചേഞ്ച് ആവാൻ പോകുന്നതിന്റെ എല്ലാ സൂചനകളും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ജാസ്മിൻ ജാഫറിന്റെ പല കാര്യങ്ങളും സീക്രട്ട് ഏജന്റ് വെളിയിൽ നിന്ന് വന്ന് ചോർത്തി കൊടുക്കുകയാണ്. സീക്രട്ട് ഏജന്റ് ജാസ്മിൻ ജാഫറിന്റെ മാത്രം സീക്രട്ട് ഏജന്റ് ആണോ? ജാസ്മിൻ ബ്രേക്ക് ഡൗണിലേക്ക് പോവുകയാണ്. വെൽ പ്ലാൻഡ് ആയിട്ട് വന്ന വൈൽഡ് കാർഡുകളെല്ലാം വൈൽഡ് കാർഡ്സ് ആയിട്ട് മാറുകയാണോ? ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 13 ഡേ 29. ബിഗ് ബോസ് ഗെയിമിന്റെ ചേഞ്ചിങ് മൊമെന്റ്സിൽ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന 6 വൈൽഡ് കാർഡ് എൻട്രീസും ഒന്നിനൊന്ന് മികച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നൊരു തോന്നൽ ഇപ്പോഴും നിലവിലുണ്ട്. ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വന്ന വൈൽഡ് കാർഡ് എൻട്രീസിന്റെ എല്ലാം ആരംഭ ശൂരത്വം മാത്രമാണോ എന്നതറിയില്ല. ഒറ്റ എപ്പിസോഡ് കൊണ്ടിട്ട് ഒരുപാട് ഗെയിം ചേഞ്ചിങ് മൊമെന്റ്സ് ആ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പലരും മുഖത്ത് നോക്കി പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും മുഖത്ത് നോക്കി വെളിപ്പെടുത്താൻ പലർക്കും പറ്റിയിട്ടുണ്ട്. സീക്രട്ട് ഏജന്റ് വന്നപ്പോൾ മുതൽ പലരെയും കുത്തി പറയുന്ന പോലത്തെ ഒരു ഇതുണ്ട്. സീക്രട്ട് ഏജന്റ് വീട്ടിലേക്ക് കയറി പോകുന്നത് തന്നെ വലിയൊരു ഇമ്പാക്റ്റോട് കൂടിയിട്ടാണ്. ജാൻമണിയോടും ഗബ്രിയോടും ഒക്കെ പല രീതിയിലുള്ള അവരുടെ ആ വീട്ടിൽ ഇതുവരെ സംഭവിച്ച ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ കുത്തി പറഞ്ഞുകൊണ്ടിട്ടാണ് സീക്രട്ട് ഏജന്റ് ഫസ്റ്റ് ഡേ തന്നെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. പക്ഷേ ബിഗ് ബോസ് ഇതിനൊരു ചാൻസ് കൊടുത്ത പോലൊരു ഫീല് തോന്നുന്നുണ്ട്. സീക്രട്ട് ഏജന്റിന് പുറത്തു നിന്നുള്ള പല കാര്യങ്ങളും ആ വീടിന്റെ ഉള്ളിലേക്ക്, പർട്ടിക്കുലർലി ജാസ്മിന്റെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ചാൻസ് ബിഗ് ബോസ് അനുവദിച്ചു കൊടുത്ത പോലൊരു ഫീല്. ആദ്യം തന്നെ ബിഗ് ബോസ് ആ വീട്ടിൽ വന്നവർക്ക് എല്ലാവർക്കും ആ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള ഗെയിമിനെ വിലയിരുത്തി ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് ചുരുക്കി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും പലതും മുഖത്ത് നോക്കി പറയുകയുണ്ടായി. അതിൽ നിന്നും അവിടെയുള്ള പലർക്കും പലതും കണക്റ്റഡ് ആയി കിട്ടി എന്ന് തന്നെയാണ് തോന്നുന്നത്. അവരുടെ ഗെയിമിനെ പറ്റിയിട്ട് പുറമേയുള്ള പ്രേക്ഷകരുടെ ഒരു വിലയിരുത്തൽ ഉൾപ്പെടെ അവർക്ക് ഒരു ക്ലൂസ് ലഭിച്ചിട്ടുണ്ടാവണം എന്ന് തോന്നുന്നു. അതോടൊപ്പം ജാസ്മിൻ ജാഫറിന്റെ പുറമേയുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളും, ജാസ്മിൻ ജാഫറിന്റെ ഇപ്പൊ നിലവിൽ കമ്മിറ്റ്മെന്റിലുള്ള ആ ഒരു അഫ്സൽ എന്ന് പറയുന്ന പയ്യന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സീക്രട്ട് ഏജന്റ് ജാസ്മിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയോ ക്ലൂസ് കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ വീണ്ടും പോയിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പുറമേയുള്ള കാര്യങ്ങളൊന്നും പറയാനുള്ള അവകാശം ഇല്ല, റൂൾസിന് എഗെയിൻസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് സീക്രട്ട് ഏജന്റ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇതിൽ 2 ചാൻസ് കാണാം. ഒന്ന്, ജാസ്മിന്റെ ഉപ്പയുമായിട്ടുള്ള ഫോൺ സംഭാഷണം മുക്കിയതുപോലെ തന്നെ ജാസ്മിന് പുറത്തെ കാര്യങ്ങൾ അകത്തെത്തിച്ചു കൊടുക്കാൻ സീക്രട്ട് ഏജന്റിന് ബിഗ് ബോസ് ആ ഒരു അനുവാദം ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന പോലെ. ഇല്ലെങ്കിൽ മറ്റൊരു ഇത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിന്റെ ഗെയിം വീക്ക് ആക്കുക, അല്ലെങ്കിൽ ജാസ്മിനെ മെന്റലി വീക്ക് ആക്കുക എന്ന് പറയുന്ന ഒരു പ്ലാനോട് കൂടിയിട്ട് സീക്രട്ട് ഏജന്റ് ആ വീട്ടിലേക്ക് വന്നതുപോലെ തോന്നുന്നുണ്ട്. ഇതിൽ 2ൽ ഏതുമാകാം. എന്താണെങ്കിലും ബിഗ് ബോസ് ആ വീട്ടിൽ എല്ലാവർക്കും ഒരു ചാൻസ് കൊടുത്ത സമയത്ത്, വൈൽഡ് കാർഡ് എൻട്രീസ് സംസാരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ടാഗ് ലൈൻസും പലർക്കും ചാർത്ത് കിട്ടിയിട്ടുണ്ട്. പടുവാഴയാണ്, കെട്ടിലമ്മയാണ്, നിഴലാണ്, കളിക്കാൻ അറിയില്ലാതെ ഗെയിം എന്താണെന്ന് മനസ്സിലാകാതെ നിൽക്കുന്നവരാണ്, ഒരു ഉപകാരമില്ലാത്തവരാണ്, വേസ്റ്റ് ആണ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറയുകയാണ്. അതിനുശേഷം ഈ വീക്കിലേക്ക് എല്ലാ കണ്ടസ്റ്റന്റുകളെയും സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ച് ഗ്രൂപ്പ് തിരിപ്പിച്ച് മാറ്റിയിരിക്കുകയാണ്. പല കൂട്ടുകെട്ടുകളും അവിടെ ബ്രേക്ക് ആവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന കൂട്ടുകെട്ട് ബ്രേക്ക് ആവുന്നു. അതിനുശേഷം അൻസിബ ഋഷി കൂട്ടുകെട്ട് ബ്രേക്ക് ആവുന്നു. അതുപോലെ നെസ്റ്റിൽ ഉണ്ടായിരുന്ന ശരണ്യ, അപ്സര, ശ്രീതു, ഇവർ 3 പേരും 3 ടീമിലേക്ക് പോവുകയാണ്. അത്തരത്തിലുള്ള ബ്രേക്കുകൾ സംഭവിക്കുകയാണ്. ഇനി അത് കളി മുമ്പിലൊക്കെ അത് ഏത് നല്ല രീതിയിൽ വരുമോ ചീത്ത രീതിയിൽ വരുമോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. എവിക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എവിക്ഷന് വേണ്ടിയിട്ട് ആളുകളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ശ്രീരേഖ, ഋഷി, നോറ, ശ്രീതു, ശരണ്യ, അൻസിബ, അഭിഷേക്, ശ്രീകുമാർ ആൻഡ് ജാൻമണി. പിന്നെ പവർ ടീമിന്റെ വകയായിട്ട് ജിൻഡോയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവർ ഇത്രയും പേരാണ് ഈ തവണത്തെ എവിക്ഷൻ പ്രോസസ്സിലേക്ക് ഉള്ളത്. എന്താണെങ്കിലും വൈൽഡ് കാർഡ്സിന്റെ ഈ ഗെയിം ചേഞ്ചിങ് മൊമെന്റ്സും അവരുടെ പ്ലാൻസ് ഒക്കെ ഏത് രീതിയിലാണ് പ്രേക്ഷകർ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം.